സംശയം പോകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ അതൊരു മോശകാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അയ്യപ്പൻ്റെ മുഖാവനം മാത്രമല്ല അയ്യപ്പൻ്റെ പ്രസക്തിയും ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും സംയുക്തമായി നടത്തുന്ന സംരംഭങ്ങൾക്ക് എല്ലാ അയ്യപ്പ ഭക്തന്മാരും അതിന് സഹായിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ അപേക്ഷ. അതിൻ്റെ പേരിൽ ഒരു വിവാദ ഭൂമിയായി ശബരിമലയെ ആരും മാറ്റരുത് എന്ന ഒരപേക്ഷയുമുണ്ട്. ആര് പറഞ്ഞു എന്ന് നോക്കാതെ എന്തു പറഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ലതാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി അതിനോട് സഹകരിക്കാനും ശബരിമലയുടെയും ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും മാറ്റം ഇല്ലാതെ ആ ക്ഷേത്രത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുവാൻ കേരളമല്ല ഇന്ത്യയിലെ ലോകത്തിൻ്റെ തന്നെ പ്രസക്തി വർദ്ധിപ്പിക്കാവുന്ന രീതിയിൽ നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തെ പ്രശസ്തി വർദ്ധിപ്പിക്കുമ്പോഴും അതിൻ്റേതായ പ്രയോജനങ്ങളും ഗുണങ്ങളും എല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റായാലും നമ്മുടെ ദേവസ്വം ബോർഡിനായാലും പലവിധ ആയ ഗുണങ്ങൾ കിട്ടുകയും അതുകൊണ്ട് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും കേരളത്തിനും അത് പലവിധത്തിൽ സാമ്പത്തികമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലനിൽപ്പിന് പോലും വളരെയധികം സഹായകരമായ കർമ്മമാണ് ചെയ്യുന്നത്. അത് സഹായിക്കുക ഈ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ 9 വർഷമായി സംഘടിപ്പിക്കുന്ന പരിപാടി ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് വോട്ട് ലക്ഷ്യമിട്ടാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതെല്ലാം രാഷ്ട്രീയ അഭിപ്രായമായിട്ട് കണക്കാക്കിയാൽ മതി. ഇഷ്ടമറ്റില്ലാത്ത അച്ചു തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞ പോലെ ചിലർക്കെല്ലാം എന്ത് ചെയ്താലും കുറ്റമായിട്ട് പറയാറുണ്ട്. പക്ഷെ നമ്മളങ്ങ് ഒരു കൊല്ലം ചെയ്യാത്ത എന്തേന്ന് ചെയ്ത് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ചെയ്താൽ പറഞ്ഞ് എന്തേ ഇപ്പം ചെയ്തു, അങ്ങനെയല്ല. എപ്പം ചെയ്താലും ആര് ചെയ്താലും നല്ലതിനെ നല്ലതായി കാണുക, അതല്ലേ എപ്പോഴും നല്ലത്. പന്തളത്തൊരു ബദൽ സംഗമമുണ്ട്, കേട്ടു നടക്കട്ടെ. ഓരോരുത്തരും അവരുടേതായ ആഗ്രഹവും വിശ്വാസവും അനുസരിച്ച് നടക്കട്ടെ. പക്ഷെ അവർ ഇതിന് ബദലാണെന്ന് പറയുന്നിട്ടില്ല, ഇതിനെതിരാണെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് ക്ഷണ ഇല്ല. ഉണ്ടെങ്കിലും ഞാൻ പോവുകയില്ല. അതിപ്പോൾ ഇതൊക്കെ മുമ്പ് മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചിട്ടില്ലേ? അപ്പോൾ നിങ്ങളൊന്നും പറഞ്ഞില്ല. ഈ ഗവൺമെൻറ് തന്നെ മുസ്ലിങ്ങളെ സംഘടിപ്പിച്ച് നടപ്പുണ്ടായിരുന്നു. അപ്പോൾ പല സംഗമങ്ങളും ഈ രാജ്യത്ത് നടക്കും. ഞങ്ങൾ നടത്തുന്നില്ലേ, സംഗമം നടത്തുന്നില്ലേ? അത് ഞങ്ങളങ്ങനെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനെല്ലാം നിങ്ങൾ ഏത് ചെയ്താലും അതിനെല്ലാം വിമർശനം വൃത്തിയായി കാണാതാണ്. അതിൻ്റെ നല്ല വശം കൂടെ ഒന്ന് കാണുക. അതെ, ഞങ്ങൾക്ക് വേറെ ആരും സംഘടിപ്പിക്കാനില്ല, അതുകൊണ്ട് ഞങ്ങൾ സംഘടിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കാൻ ആരുമില്ല. അതെ, ഇന്ന് അതിന് തീരുമാനത്തിൽ വെച്ചിരിക്കുകയല്ലേ. കാരണം ഒരു കാര്യം ചെയ്യാം, കോടതിയുടെ തീരുമാനങ്ങൾ ഇരുപക്ഷവും അംഗീകരിക്കുമോ? കേരളത്തിൽ പോലീസിനെതിരെ വലിയ വിമർശനം വരുന്ന ഒരു സമയമാണ്. കസ്റ്റഡി മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നു. അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ വേറെയുമുണ്ട്. ആക്ഷേപങ്ങൾക്കെല്ലാം നല്ല വ്യക്തമായ മറുപടി കേരള മുഖ്യമന്ത്രി ഇന്നലെ അസംബ്ലിയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കണക്കുകളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളെല്ലാം ചീറ്റിപ്പോകുന്നതല്ല, ചീറ്റ് നാറിപ്പോവുകയാണ് ഇപ്പോൾ. കാരണം അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് എന്തായിപ്പോൾ എന്താണ് ഒരാൾ നാട് കഴിഞ്ഞാണെന്ന് മുട്ടയെഴുതുന്നവരുണ്ടല്ല, പാലക്കാട് MLA മാങ്കൂട്ടം പോകുകയെന്ന് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് സതീശൻ പറഞ്ഞെടുത്ത് വല്ലതും നടന്നോ? അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സതീശൻ എന്ത് പ്രസക്തി? അത് പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞിട്ട് പോലും കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നതിന് തെളിവ് തന്നെയല്ലേ മാങ്കൂട്ടം അസംബ്ലി വന്നത്. അതുകൊണ്ട് സതീശൻ്റെ അഭിപ്രായങ്ങളെല്ലാം വെറും ഈ ചീറ്റിപ്പോയ പടക്കങ്ങളാണ്. അദ്ദേഹം പറച്ചിൽ ജയിക്കും,
പക്ഷേ പ്രവൃത്തി തോറ്റിട്ടിരിക്കുകയാണ്. സ്വർണ്ണപ്പാളി ഒരു വിവാദമായി വരുന്നുണ്ട്. കോടതി അന്വേഷിക്കാൻ പറയുന്നുണ്ട്. ആകെ സംശയങ്ങളാണിത്. എല്ലാ സംശയങ്ങൾക്കും കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പരിശോധിച്ചിട്ട് പറ്റേ അപ്പോഴത്തെ സംശയങ്ങൾക്ക് പരിഹാരം ആകുമല്ലോ.